Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് തടസ്സമായിട്ട് നിൽക്കാറുണ്ട് അല്ലേ? അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് സ്ക്വയർ റൂട്ട് കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർഗ്ഗമൂലം കാണുക എന്ന് പറയുന്നത്. ഒരു റൂട്ടിനുള്ളിൽ നമ്പർ തന്നിട്ട് അതിന്റെ കൃത്യമായുള്ള നമ്പർ ഏത് എന്ന് അറിയാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പല ചാപ്റ്ററുകളിലും ഇത് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ പകുതി എത്തുന്ന സമയത്ത് ഈ ഒരു കാര്യം അറിയാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുന്നതെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് അടുത്ത ഇതുപോലുള്ള വീഡിയോസുകൾ നമുക്ക് എടുക്കാൻ പ്രചോദനം നൽകുന്നത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, നല്ലൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം, ഒരു കിടിലൻ ട്രിക്കും കാണിച്ചു തരാം. ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1ന്റെ സ്കോറും 2ന്റെ സ്കോറും 3ന്റെ സ്കോറൊക്കെ അറിയാവുന്ന ആളുകളാണ്. അത്തരം സിമ്പിൾ ആയിട്ടുള്ളതിലേക്ക് ഞാൻ പോകുന്നതിന് പകരം കുറച്ചൊരു കോംപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കുറച്ചൊരു വലിയ നമ്പർ നിങ്ങളുടെ എക്സാമിന് വരുന്ന രീതിയിലുള്ള നമ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ 3 അക്ക സംഖ്യയാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നമ്പറിനൊന്ന് മാറ്റി വെക്കുക, ബാക്കി 2 അവിടെ വെക്കാം. ലാസ്റ്റ് 25 ആണെങ്കിൽ ഉറപ്പിച്ചോ, നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം എന്തായാലും 5-ലായിരിക്കും അവസാനിക്കുക, അത് യാതൊരു സംശയവും വേണ്ട. ലാസ്റ്റ് 25 ആണെങ്കിൽ ലാസ്റ്റ് അവസാനിക്കുന്നത് 5-ലായിരിക്കും, അത് യാതൊരു സംശയവും വേണ്ട. അതിന്റെ ഒരു പാറ്റേൺ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു ഉദാഹരണത്തിന് ഇവിടെ ഇപ്പൊ നിങ്ങൾ പഠിക്കാനുള്ളത് 1 ആണെങ്കിൽ 1ന്റെ സ്ക്വയർ എത്ര? 1 ആണ്. 2ന്റെ സ്ക്വയർ എത്ര? 4 ആണ് അല്ലെ? അപ്പൊ 4-ലാണ് 2ന്റെ സ്ക്വയർ അവസാനിക്കുന്നത്. 3ന്റെ സ്ക്വയർ എത്ര അവസാനിക്കുന്നത്? 9-ലാണ്. 4ന്റെ സ്ക്വയർ 16-ലാണ്. 5ന്റെ സ്ക്വയർ 25-ലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 6ന്റെ സ്ക്വയറോ 36-ലാണ്. 7ന്റെ സ്ക്വയറോ 49-ലാണ്. ഇത് എന്തിനാ പഠിപ്പിക്കുന്നത്? ഒരു കൃത്യമായുള്ള ഒരു കാര്യമുണ്ട്. 64-ലാണ്. 9ന്റെ സ്ക്വയർ 81-ലാണ്. 10ന്റെ സ്ക്വയർ 100-ലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, 1-ൽ അവസാനിക്കുന്ന 2 നമ്പറുകളാണ്. അതായത് 1ന്റെ സ്ക്വയറും 9ന്റെ സ്ക്വയറും 1-ലാണ് അവസാനിക്കുക. 1ന്റെയും 9ന്റെയും നിങ്ങൾക്കറിയാം. 4-ൽ അവസാനിക്കുന്ന 2 നമ്പർ ഉണ്ട്. 2ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും 4-ലാണ്. 9-ൽ അവസാനിക്കുന്ന 2 നമ്പർ ഉണ്ട്. 3ന്റെതും 7ന്റെതും. 6-ൽ അവസാനിക്കുന്ന 2 ഉണ്ട്. 6ഉം 4ഉം. പിന്നെ 5-ൽ അവസാനിക്കുന്ന ഒരേ നമ്പറേ ഉള്ളൂ, 5 അല്ലെ? 25-ൻ്റെതാണ്, അല്ലെങ്കിൽ 5. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ലാസ്റ്റ് 25 ആണെങ്കിൽ എന്തായാലും ലാസ്റ്റ് അവസാനിക്കുന്ന നമ്പർ 5 ആയിരിക്കും. കാരണം 5-ൽ അവസാനിക്കുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് ഏതിൻ്റെതാണ്? 5-ൻ്റെതാണ്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയർ, അതായത് പൂർണ്ണവർഗ്ഗ സംഖ്യകളുടേതാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 6-നോട് ഏറ്റവും അടുത്തുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗ്ഗ സംഖ്യ. എന്താ പൂർണ്ണവർഗ്ഗ സംഖ്യ എന്നാ? നമ്മളിപ്പോൾ ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത്. 1, 4, 9, 16, 25, അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ 6-നോട് ഏറ്റവും അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 4-ആണ്. റൂട്ട് 4 പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ആണ് അല്ലേ? ഏറ്റവും അടുത്തുള്ളത് 4-ആണ്, അതിന്റെ റൂട്ട് എടുക്കാം. റൂട്ട് 4 പറഞ്ഞാൽ എത്ര? 2. സോ ദ ആൻസർ ഈസ് ലാറ്റസ്റ്റ് ഈ 5 25-ആണ്. 25ന്റെ സ്ക്വയർ ആണ് ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ. ഞാൻ ഒരു 3 പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പൊ ഒരു 3 അക്ക സംഖ്യ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ 2 ഭാഗമാക്കുക. അതിൽ ഈ നമ്പറിന്റെ ഏറ്റവും അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ 1, 4, 9, 16, 25 അത് ഏതാ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് 4-ആണ്. താഴോട്ട് നോക്കിയാൽ മതി. ആ റൂട്ട് 4 പറഞ്ഞാൽ എത്ര? 2. 25ന്റെ 5 25. ഈസിയായി. അടുത്തത് നിങ്ങൾ ഇതേപോലെ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പൊ 324 ആണെങ്കിൽ 3ന്റെ ഏറ്റവും അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 1 ആണ്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. മേലോട്ട് പോകണ്ട, താഴോട്ട് നോക്കിയാൽ മതി. അപ്പൊ 3ന്റെ 1 ആണ്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 24-ൽ അവസാനിക്കുന്ന 2 നമ്പർ ഉണ്ട്. അതായത് 4-ൽ അവസാനിക്കുന്ന 2 നമ്പർ. 2ന്റെ സ്ക്വയറും 4-ലാണ് അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതിന്റെ സ്ക്വയർ? 8ന്റെ സ്ക്വയറും 4-ലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇവിടെ 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ 12 അല്ലെങ്കിൽ 18. ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്യുക. 12 × 12 നിങ്ങൾക്കറിയാം 144-ആണ്. അപ്പൊ അതല്ല. അപ്പൊ അടുത്ത ആൻസർ എത്രയായിരിക്കും? 18 ആയിരിക്കും. റൂട്ട് 3 തന്നെ 18. അപ്പൊ 2 ഓപ്ഷൻ വരുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കാം. അത് ചെയ്ത് നോക്കാതെ കിട്ടുന്ന ട്രിക്ക് വേറെ ഉണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് പറഞ്ഞു. സെക്കൻഡ് പാർട്ട് അല്ല, ഇതിന്റെ അടുത്തൊരു സെക്ഷൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതൊരു വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡ് ആണെന്നുള്ളൂ.